ഹലോ ഗൈസ്, നമുക്ക് രണ്ടുപേര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കാണാം. രണ്ടെണ്ണം കൂടെ രാജ്യസഭയിൽ കിടന്ന് തകർത്തങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒല്ല് കുത്തിയാട്ടി രണ്ടുപേരെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടുന്ന ഒരു കോലത്തിലാണ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. ഇവർ രണ്ടുപേര് പറയുന്നതിനകത്തും ചില ഫാക്ട്സ് ഉണ്ട്, പക്ഷെ ചിലത് അട്ടർ നോൺസെൻസ് ആൻഡ് ഫേക്ക്. എന്ത് തന്നെ ആയാലും അവരുടെ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല, വ്യക്തിഗതമായ അഭിപ്രായമല്ല. അവർ രണ്ടുപേര് പറഞ്ഞതിനകത്തുള്ള ചില കാര്യങ്ങളൊന്നും പറയാതെ വിചാരിച്ചു. ഇത് രാഷ്ട്രീയം ഒന്നും എടുത്തുകൊണ്ട് വരരുത്, എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ നല്ലത് പറഞ്ഞാൽ നല്ലതെന്ന് പറയണ്ടായോ. അപ്പം ഇനി സുരേഷ് ഗോപിയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തോ സപ്പോർട്ട് പറയണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ട് എനിക്ക് സങ്കടം വന്നു സുരേഷ് ഗോപി നിൽക്കുന്ന നില കണ്ടപ്പോഴും. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇങ്ങർക്ക് ചേർന്ന ഒരു സംഗതിയേ അല്ല ഈ രാഷ്ട്രീയം. അതായത് ശുദ്ധ മനസ്സാ, പ്രത്യേകിച്ച് മനസ്സിലൊന്നും ഇല്ല, അതാ കുഴപ്പം, തലയിലും ഇല്ല. അപ്പോൾ ഈ രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ മൊത്തം BJP. അത് തന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പാർട്ടിയിൽ ചേരുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടും. MP യോ MLA യോ ചിലപ്പോൾ മിനിസ്റ്റർ, അതിനേക്കാൾ കൂടെ പ്രധാനമന്ത്രി വരെ ആക്കി കളയും അവർ. ഇലക്ഷനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു വാഴയ്ക്ക് കിടന്നുകൊണ്ട് അലയ്ക്കുന്നത് ആര്, നമ്മൾ അഖിലെണ്ണ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പ്രതികരണ ശേഷി കാണിച്ചത്. രഞ്ജി പണിക്കരുടെ ബുൾഡോസർ ഇടിച്ച് കയറുന്ന കണക്കുള്ള ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തോ തകർക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കാണ് പുള്ളിക്ക് മനസ്സിലായത് പണി പാലും വെള്ളത്തിൽ കിട്ടി, പ്രശ്നമായി. എന്തൊക്കെയോ വിട്ടിത്തൊക്കെ പറഞ്ഞ് അതൊക്കെ ഒപ്പിച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കഥ പാളി. അവിടെ വേറെ ഉള്ളവർ, അതായത് വേറെ രാഷ്ട്രീയ പാർട്ടികൾ പോകുമ്പോൾ അവർക്ക് കുറച്ച് കാര്യപ്രസക്തമായ കാര്യപ്രാപ്തിയൊക്കെ ഉള്ളതെങ്കിൽ ഇതുപോലെ നിന്ന് എരന്ന് പണി കാണിക്കും എന്നുള്ളത് ഒരു തെളിവാണിത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ ജോൺ ബ്രിട്ടാസിന്റെ ഭാഷണം ഒന്ന് കേൾക്കാം. പുള്ളിക്കാരനങ്ങ് തകർത്ത് വാരിയിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത വർത്തമാനം കേൾക്കാം. No unemployment, no price rise, according to them. Sir, you had been kind enough to tweet about Kerala. When you visited Kerala, you are completely, actually... സ്പീക്കർ സാറിന് സോപ്പിടുന്ന സിനാരിയോ. സാറേ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ കേരളം തോന്നി, നിങ്ങൾക്ക് കേരളമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഷോപ്പിംഗാണ്, സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ മാറിപ്പോവാതിരിക്കാൻ പുള്ളി ഒന്ന് സമാധാനപ്പെട്ടിരിക്കാൻ ആദ്യം അങ്ങേരെ അങ്ങ് പൊക്കി ആകാശത്ത് എത്തിച്ച്. By the beauty of Kerala. The Prime Minister also, when he came to Kerala, talked about the beauty of Kerala. He came for the election campaign of Mr. Suresh Gopi. Sir, in this budget, Honorable Finance Minister declared many tourism circuits. I thought that the Finance Minister would respect you, at least one tourism circuit to Kerala. I thought the Finance Minister would respect my dear friend Suresh Gopi, because he has already promised many tourism circuits in Kerala, at least to protect the order of Mr. Suresh Gopi. If one circuit were to be declared by the Finance Minister, we would have been happy. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the Finance Minister. ഇതാണ് പ്രശ്നമായത്. പുള്ളിക്കാരൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വേണ്ടി പറയണം. കാരണം നിങ്ങൾ ഒരു വ്യക്തിയല്ലേ മനസ്സിൽ, പ്രത്യേകിച്ച് ടൂറിസം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളെ ഈ ഫിനാൻസ് മിനിസ്റ്റർ അങ്ങ് നശിപ്പിച്ച് നാരങ്കലാക്കിയില്ല, നിങ്ങൾ നാണക്കെടുത്തിയില്ലേന്ന്. അപ്പോൾ അത് ഏകദേശം ഒരു സത്യമായ കാര്യമാണ്. കാരണം ബജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ ഉള്ളതായിട്ട് അവർ പറയുന്നില്ല, അങ്ങനെ ഒരു സംസ്ഥാനം എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പോലും അവർ വൈറ്റ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ആ പറഞ്ഞതിൽ എന്തൊക്കെ ഒരു പോയിന്റ് ഇല്ലാതില്ല. പക്ഷേ പ്രശ്നം അതല്ല, അതിനേക്കാൾ കൂടുതൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമ്മുടെ ഇവർ, അതായത് BJPയുടെ ഒരു ഭാഷണത്തിൽ പൊതുവിൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റും ഇല്ല, അതേപോലെ തന്നെ വിലക്കയറ്റവും ഇല്ല, നമ്മൾ ഹെവനിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ക്രിറ്റിസിസം ചെയ്തത്. അതും കൊള്ളാം കേട്ടോ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, അത് ബ്രിട്ടാസിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായത് അങ്ങേറി കാര്യം പിടി കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കസേര അവിടെ കയറി ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ 2 കാലുകൾ 2 ഘടകകക്ഷികളുടെ കയ്യിലാണ്. അവരങ്ങോട്ട് കാലു വാരിയ കസേര നിലം പതിക്കും, ഈ സർക്കാർ അങ്ങോട്ട് പൊത്തോന്ന് വീഴും. അതുകൊണ്ട് തന്നെ BJP സർക്കാരായിട്ട് അല്ലെങ്കിൽ BJPയെ ഒരുപാട് പ്രാമുഖ്യം കൊടുത്ത സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ വാല്യൂ ഒന്നും കൊടുക്കാതെ ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ ആൾക്കാർക്കാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇത്തവണത്തെ ബജറ്റ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ, അതായത് ബ്രിട്ടാസ് പറയുമ്പം ശരിയാണ്, ഈ അനിസ്പ്രേ പോലെയാണ് നമ്മുടെ കേരളത്തിൽ BJPയുടെ ഒരു കഥ. അതിനകത്ത് ഒരു തരിയായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇതിനകത്ത് ഇനി പിടിച്ചു നിൽക്കാൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു ഇതാണ്. അതൊന്ന് നിലനിർത്താനെങ്കിലും എന്തെങ്കിലും ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കത്തില്ല. ഇവിടെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഈ BJPയിലേക്ക് ചേരുന്നവർ ഫേസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആക്സസ് ആണ് അതിനകത്ത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ മിനിസ്റ്റർ ആക്കും, നിങ്ങൾ ഭയങ്കര സംഭവമാക്കും അവർ പെട്ടെന്ന് തന്നെ എന്തൊക്കെ പൊസിഷൻ തരും. അതിനകത്ത് ആളില്ല ചേരാൻ. അപ്പം അമ്മാതിരി ഉള്ളിടത്ത് പെട്ടെന്ന് അങ്ങോട്ട് കയറിയാൽ പൊട്ടാനും പുണങ്ങോടനും ഒക്കെ നല്ല പൊസിഷൻസ് കിട്ടും. മന്ദബുദ്ധികൾക്കാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നിടത്ത് എന്താ പ്രയോജനം എന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ, ഇത്ര പരിപാടിയേ ഉള്ളൂ, അതിനകത്ത് കയറി നിന്നാൽ മതി. പക്ഷേ പിന്നീടാണ് പ്രോബ്ലം. കാരണം ഇവരുടെ മണ്ടത്തരവും ഇവർ കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനും ഒക്കെ നമുക്ക് അങ്ങോട്ട് വെളുപ്പിക്കേണ്ടി വരും. അതിന് നമ്മുടെ കയ്യിൽ അത്ര ആയുധങ്ങളില്ല, അതാണ് പ്രശ്നം. ഈ ആവനാഴിയിൽ ആയുധങ്ങളും അമ്പുകളും ഇല്ലാതെ അമ്പയ്യാനായിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നിന്ന് അങ്ങോട്ട് വിയർക്കും. AC 8 നിലയിലിട്ടാലും വിയർത്ത് അങ്ങോട്ട് വട്ടിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ സീനിൽ നിന്ന് എനിക്ക്. Suresh Gopi, you can stand up and speak as a minister later on.
सर ये दो मामला है, वन इज अनएम्प्लॉयमेंट, सेकंड इज प्राइस राइज. ये हिंदी में ये बोल रहे हैं महंगाई महंगाई. अरे महंगाई का मतलब क्या है भाई साहब? मैंगो नहीं, ये महंगाई. अब्दुल वहाब साहब सोच रहे तो मैंगो है, महंगाई है. सर व्हाट यू मीन बाय महंगाई? टू फैक्ट. അഗർവാളം നിൽക്കുന്ന ഒരാൾ കയറി പുള്ളിയെ ഒന്ന് ക്രോസ് ചെയ്ത്, കാരണം ഇങ്ങേര് പറഞ്ഞത് മാങ്കായി മാങ്കായി എന്നാണ്. ഈ മാങ്കായി എന്നുള്ളത് എന്താണെന്ന് എനിക്ക് ചോദിച്ചു കേട്ടോ. മെഹങ്കായി എന്നുള്ളതാണ്. അതായത് നമ്മുടെ മെഹങ്കായി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹാ എവിടെ സൈലന്റ് ആണെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ആ ഭാഷ അങ്ങോട്ട് പറയാതിരിക്കാം. അത് ഇംഗ്ലീഷ് തന്നെ അല്ലയോ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മാങ്കായി മാങ്കായി എന്ന് കേട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഉള്ളവരൊന്ന് കളിയാക്കി വിട്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാം നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അറിയാമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ പറയാണ്ടിരിക്കുക, അതല്ലേ ഭേദം. പറഞ്ഞത് മോശമായി പോയി എന്നുള്ളത് എൻ്റെ ഭാഗം. എന്തായാലും മാങ്കായി എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം, അതായത് മെഹങ്കായിയുടെ അർത്ഥം വിലക്കയറ്റം എന്നാണ്. അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയും വിലക്കയറ്റത്തിനെ പറ്റിയാണ് അടുത്ത ബ്രിട്ടാസിന്റെ അമ്പയത്ത് പാക്കാം. To this issue, one is that the prices of the essential commodities going up. People cannot afford to buy things. So today the newspapers are reported vegetable thalis price went up by 11% within a month. Why I am referring to vegetable thalis? Because number 1 and number 2 have only vegetable. That's why I won't say A1 and A2. मैं छोड़ दिया A1 A2. अभी number 1 number 2. I will not refer to non-vegetarian. Within a month, sir, within a month. You should understand. The essence, the meaning of mangai means the prices going up simultaneously, the purchasing power of the people going. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞ മെഹങ്കായുടെ കാര്യമാണ്, അതായത് വിലക്കയറ്റത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഈ വിലക്കയറ്റത്തിനെ പറ്റി അറിയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. 11% ഈ സസ്യാഹാരത്തിന് വില കൂടിയിട്ടുണ്ട്, അതൊരു വലിയ കാര്യമല്ലേ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമിത്ഷായെയും നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് കുത്തി നമ്പർ 1 നമ്പർ 2 എന്ന് പറയുന്ന അവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേര് സസ്യബുക്കുകളാണ്. അപ്പോൾ സസ്യബുക്കുകൾ സസ്യാഹാരികളായ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധമുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ കുത്താതൊരു കുത്തുണ്ടല്ലോ, അതാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ A1 A2 എന്നൊക്കെ പറയുന്നത് അംബാനി അദാനിയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും നമ്പർ 1 നമ്പർ 2 എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അമിത്ഷായുമാണെന്നുള്ളത് വ്യക്തം. അപ്പോൾ അവരിതൊക്കെ നോക്കാതെ കാണാതെ ഇങ്ങനെ ഒരു ബജറ്റ് ഉണ്ട്. അപ്പോൾ ബജറ്റിന്റെ പേരിലാണ് കരച്ചിലെന്നാണ് എനിക്ക് മനസ്സിലായത്. കരച്ചിലെന്ന് ഞാൻ പറയും, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടോ ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ ബജറ്റ് പാസ്സാക്കുന്ന സമയത്ത് നമുക്ക് ഖണ്ഡനങ്ങൾ പറയാമായിരിക്കാം. ഇനി അതിൻ്റെ ഒന്നും നിയമ സാധ്യതകളെ പറ്റി എനിക്കറിയത്തില്ല. കാലങ്ങളായി അവർ ചെയ്തു വരുന്ന ദ്രോഹങ്ങളെ പറ്റി ശബ്ദിക്കാൻ ചെറു വോയിസ് എങ്കിലും ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നതിന് വലിയ കാര്യമുണ്ട്, അത് ചെറിയ കാര്യം. Unemployment amongst the educated youth just 3%. I was surprised. Has Bihar become United States of America? Even United States of America, it is much more higher. Otherwise, you should say that in Bihar, all the youth youngsters are uneducated. Will you say that? Either of it has to be true. Both cannot be true. Yes, kitna badnami karte Kerala ko. Even after this landslide, 300 more precious lives lost. Mr. Bhupendra Yadav made a statement to mock, to insult, humiliate Kerala and the people who are residing there. Honorable Home Minister also made such statement. We have been always stating here how the states are being relegated. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഭൂപേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ഒരുപാട് മന്ത്രിമാര് നമ്മളെ കേരളത്തിനെ അങ്ങോട്ട് അപമാനിച്ചു എന്നാ പുള്ളി പറയണേ. അത് സത്യം കേട്ടോ, ഭയങ്കര അപമാനമായിരുന്നു. അവർ പറഞ്ഞതിൽ കഴിവുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ഇവിടെ പ്രസക്തി. അവരെന്താ പറഞ്ഞേ? ലാൻഡ് സൈഡ്, അതായത് ഇങ്ങനെ ഒരു ഭൂകമ്പം അവിടെ നിന്ന് ഇങ്ങനെ മല പൊട്ടി വന്ന്, അതായത് ഈ ഉരുൾപൊട്ടൽ ഇതുണ്ടാകാനുള്ള കാരണം അവിടെ ഉണ്ടായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമല്ല, ഭൂമിയെ വളർന്നുകൊണ്ട് പാറയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ലാൻഡ് സൈഡ്സിന് കാരണം എന്നാണ് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിട്ടുള്ളത്. അല്ലപ്പാ, അത് സത്യമല്ലേ? അതിപ്പോൾ പറയുന്നത് BJP കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് സത്യമല്ലാതാവോ? അത് സത്യം. അത് അപ്പോഴും അടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ വക, നമുക്കത് കേൾക്കണ്ട, അല്ലാതെ തന്നെ പുള്ളി പറഞ്ഞതാണ്. ഈ പറയുന്ന രീതിയിൽ ലാൻഡ് സൈഡ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് ആ 7 ഈ പ്രശ്നം ഇല്ലല്ലോ, അവിടെയൊന്നും അല്ലല്ലോ ഈ പാറ വലിച്ചു പൊട്ടിക്കണേ. അയ്യോ, ഇവരോട് ആരാ ഒന്ന് പറയുക? അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് പാറ പൊട്ടിച്ചാൽ അതിൻ്റെ പ്രകമ്പനങ്ങൾ നേരിയ തോതിലെങ്കിലും ചലനം സൃഷ്ടിക്കും. ഇത്തരത്തിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വീട് വയ്ക്കാനുള്ള അനുമതി കൊടുത്തത് ആരാ? ഈ സർക്കാർ തന്നെയല്ലേ? ഇവർക്കറിയില്ലേ ഈ പറയുന്ന പരിസ്ഥിതിയെ ഗൗനിച്ചുകൊണ്ടും പരിസ്ഥിതിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നും പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടും ആ പരിസ്ഥിതിക്ക് അനുകൂലമുള്ള സ്ഥലങ്ങളിൽ ആളുകളെ വീട് വയ്ക്കാനും അല്ലാത്തടങ്ങളിൽ പറ്റില്ല എന്ന് പറയാനുമുള്ള ഒരു ഉത്സാഹം കാണിക്കണ്ടേ? കോട്ടയത്ത് ഞാൻ ഒരുപാട് കാണുന്നത് ചതുപ്പ് നിലങ്ങളിൽ ഉണ്ടാക്കുന്ന വീടുകളാണ്. എന്തൊരു ക്രൈമാണതെന്ന് അറിയാമോ? വീട് വയ്ക്കാൻ സ്ഥലം വേറെ മലനിരകളോ അല്ലെങ്കിൽ ഇതങ്ങനെ അല്ലാത്ത ഇടങ്ങളിലേക്ക് പോകണം. ചതുപ്പ് നിലങ്ങളിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഇപ്പോൾ എറണാകുളം പോകുന്ന വഴിക്ക് ഇടതുവശത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അത് ചതുപ്പ് നിലത്താണ് ആ ഒരു ഫ്ലാറ്റ് ഉയർത്തി വെച്ചിരിക്കുന്നത്. അതിന് പെർമിഷൻ കൊടുക്കാതെ അത് നിർബന്ധമായിട്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിർത്തി വെച്ചു. ഈ ബ്രിട്ടാസ് താമസിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടാസ് ഓൺ ചെയ്തിരുന്ന ഒരു ഫ്ലാറ്റ് ഇതുപോലെ പൊളിച്ചു നീക്കപ്പെട്ടിട്ടുമുണ്ട്. കരയ്ക്ക്, അതായത് നദിയുടെ ഇത്ര മീറ്റർ ദൂരെ അല്ലാതെ അനധികൃതമായി നിർമ്മിച്ച ഒരു നിർമ്മാണത്തിൽ ഇദ്ദേഹം പോലും താമസിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം സ്വമേധയാ ഇറങ്ങിക്കൊടുത്ത് അത് പൊളിക്കുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ റോങ് കൺസ്ട്രക്ഷന് ഇവിടെ പെർമിഷൻ കൊടുക്കുന്നത് ആരാ? അത് ഏത് ഗവൺമെന്റ് ആണ്? അവിടെയുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ്, ഈ പറയുന്ന പരിസ്ഥിതി വകുപ്പ്, ഇതിനൊക്കെ സെപ്പറേറ്റ് വകുപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ വകുപ്പുകളൊക്കെ കൃത്യമായി കാര്യശേഷിയോടുകൂടി ഇത് നടത്തിയിരുന്നെങ്കിൽ ഈ ലാൻഡ് സൈഡ് ഇവിടെ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെ മാറ്റാൻ പറ്റുമായിരുന്നല്ലോ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇവരെന്തിനാ അവിടെ ഇരിക്കുന്നത്? മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ, കാറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ലല്ലോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും നോക്കാനായിട്ട് പ്രത്യേക വിഭാഗം ഉണ്ടാക്കി വെക്കേണ്ടായി. ഈ കേടുകാര്യസ്ഥത ആരുടേതായിരുന്നു? കേരളത്തിൽ തന്നെയാണോ? കേരളത്തിൽ ഈ രീതിയിലുള്ള അനർത്ഥങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന എത്ര പേരുണ്ട്? ഇവരെ ഒതുക്കാൻ കുറച്ച് കൈമണി കൊടുക്കുന്നത് ആരാണ്? ഏത് സർക്കാരാണ് ഈ രീതിയിൽ അനധികൃതമായി കയ്യേറ്റങ്ങൾ അലൗഡ് ചെയ്ത് കൊടുക്കുന്നത്?
ഇവരെ ഒഴിപ്പിക്കാനും അല്ലെങ്കിൽ ഇവരെ അങ്ങനെ നിർദ്ദേശം കൊടുക്കാനും ഇവിടെ താമസിച്ചാൽ ഇതാണ് പ്രശ്നം എന്ന് കാണിച്ചു കൊടുക്കാനും ആരെങ്കിലും മുന്നോട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ടൂറിസ്റ്റ് സ്പേസുകൾ കയ്യേറുക എന്നുള്ളത് നിരന്തരമായി നടക്കുന്നതാണ്. ഇതിൽ കൈമടക്ക് വാങ്ങിയിട്ട് അതത് മേഖലയിലുള്ള പഞ്ചായത്തുകൾ അത് അലൗഡ് ചെയ്യുന്നുണ്ടല്ലേ അവിടെ വീട് വരുന്നത്. പഞ്ചായത്തിന്റെ പെർമിഷനോ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനോ ഇല്ല നമുക്കൊരു വീട് വയ്ക്കാനെ കൊണ്ട് പറ്റുമോ? ഇത് ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ പരിസ്ഥിതി പ്രവർത്തകരോ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇന്ന സ്ഥലം ഇതുപോലെ ഒരു പരിസ്ഥിതി പ്രശ്നമുള്ള ഏരിയയാണ്, ഇവിടെ വീട് പാടില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇനി ഇങ്ങനെയുള്ള ആദിവാസികൾ അവിടെ ജീവിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കാടിന്റെ മക്കളാണ് അവർ. അവർക്കറിയാം ഭൂമി ഏത് വശത്തു നിന്നാണ് ഏത് ചരിവിലാണ് നമ്മൾ വീട് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് നമ്മൾ സേഫ് ആയിരിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ കഴിയും. മൃഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി മൃഗങ്ങൾക്കും ജീവഹാനി വന്നിട്ടുണ്ട്. കുറേ അധികം മൃഗങ്ങൾക്ക് കാര്യം മനസ്സിലായി മാറിപ്പോയിട്ടുമുണ്ട്. പോകാൻ സാധിക്കാത്തവർക്കൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കാലാവസ്ഥയ്ക്ക് മാത്രം കൊടുക്കാതെ പരിസ്ഥിതിയെ അധിക്ഷേപിച്ചുകൊണ്ടും പരിസ്ഥിതിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്ത മനുഷ്യരും കൂടിയാണ്. മരണം ആരെയും ദേവന്മാരോ ദേവതകളോ ആക്കുകയില്ല. അവർക്കത് മനസ്സിലാകണ്ടായോ? ഇപ്പൊ തന്നെ അവിടെ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? ഒരു 400 പേരെന്ന് കൂട്ടാം. കണക്കിൽ 300 സംതിങ്ങേ ഉള്ളൂ. ഞാൻ എല്ലാം കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് 400 എന്ന് പറയും. എല്ലാവരും നന്നായി തന്നെ അവിടത്തേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ പ്രഭാസ് കൊടുത്തിരിക്കുന്ന 2 കോടി, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ എല്ലാ സിനിമ ആക്ടേഴ്സും 1, 2, 50, 25, 15 എന്ന കണക്കിൽ കൊടുത്ത് 80 കോടി രൂപയ്ക്ക് മകളിൽ. എന്തായാലും ഈ കണക്കെടുപ്പിൽ തന്നെ ഒരു തുക ചേർന്നിട്ടുണ്ട്. ടൺ കണക്കിന് അരി വന്ന് കിടപ്പുണ്ട്, ഡ്രസ്സുകൾ അതിനും മാത്രം. ഇവിടെ അടൂരുള്ള ഒരാൾ ഒരു 2-3 ലക്ഷം രൂപയുടെ ഡ്രസ് ഐറ്റംസ് മാത്രം കൊടുത്തു വിട്ടിട്ടുണ്ട്. കെട്ടിക്കിടക്കുകയാണ് അവിടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൃത്യമായി ഇടപെട്ടത് കൊണ്ട് കുറേയധികം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചു. കണക്കുകൾ പ്രകാരമാണെങ്കിൽ 300 പേര് അടങ്ങുന്ന അല്ലെങ്കിൽ 400 പേര് മരണപ്പെട്ടിരിക്കുന്ന 400 കുടുംബമല്ല അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്, 400 വ്യക്തികളാണ്. ഒരു കുടുംബത്തിലെ 5 പേർ അല്ലെങ്കിൽ 4 പേരെന്ന് കണക്കെടുക്കാം. അങ്ങനെയാണെങ്കിലും ഡിവൈഡ് എത്ര പേരാകുന്നു, എത്ര പേരാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ നിൽക്കുന്നത്? അപ്പം ഈ കാൽക്കുലേഷൻ ഒക്കെ എടുക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് കണക്കെടുപ്പിൽ വളരെ കുറച്ച് മനുഷ്യരാണ് ഈ അനധികൃതമായി അവിടെ കുടിയേറി താമസിച്ചിട്ടുള്ളത്. എല്ലാ ഇടങ്ങളിലുമുള്ള കുടിയേറ്റത്തിന് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ വരുമ്പോൾ പകച്ച് പണ്ടാരടങ്ങുക എന്നുള്ളത്. വീടും കുടിയും സർവത്രവും നഷ്ടപ്പെട്ട് അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യരോട് ഒരു ചോദ്യം: നിങ്ങൾ അവിടെ താമസിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സ്ഥലമുള്ളിടത്തൊക്കെ വീട് വയ്ക്കുക, താമസിക്കുക എന്നുള്ള രീതിയാണ്, ആയിക്കോട്ടെ. പക്ഷെ അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അങ്ങയുടെ തലയിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണോ അവിടെ വീട് വയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ അദ്ദേഹമാണോ മലയോട് പറഞ്ഞത് ഇത് പൊട്ടി ഇങ്ങോട്ട് വരട്ടെ, ഒരു കുഴപ്പമില്ല എന്ന്? അതത് തസ്തികകളിൽ ഇരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ചരിവുകൾ, പ്രശ്നങ്ങൾ ഉള്ള പ്രദേശത്ത് വീട് വെക്കാതിരിക്കാനുള്ള സാമാന്യബോധം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി. സെക്കൻഡറിയാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത് കൂടുതൽ പഠന വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പലരും വാൺ ചെയ്യും, പലരും പല രീതിയിൽ പറയും, കേൾക്കുമോ? ഇല്ല. മുമ്പ് എൻ്റെ ചെറുപ്പകാലത്ത് എമ്പാടും വയലായിരുന്നു. ഇപ്പോൾ അതൊക്കെ നികത്തിയിട്ട് അതിലേക്ക് റബ്ബർ കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഏറ്റവും വേദനയോട് കൂടി നോക്കിക്കാണുന്ന ഒരു സംഗതിയാണത്. സത്യത്തിൽ ഒരു ബോധമില്ലാത്ത മനുഷ്യരാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അരിക്ക് പകരം റബ്ബർ തിന്നാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത വരുന്ന ഒരു സമൂഹം അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഈ കാണുന്ന വയലുകളൊക്കെ മൂടി റോഡ് ഗതാഗതം കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ എന്തിട്ടാലും പുറത്തു വരുന്ന അത്രയും ബ്ലസ്ഡ് ആയ മണ്ണുള്ള, ഫലഭൂഷിതമായ അല്ലെങ്കിൽ അത്രയും പോഷകമുള്ള ഗുണമുള്ള നമ്മുടെ ഈ മണ്ണിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് പടുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ മാറി മറിയുമോ? നമ്മൾ സാങ്കേതിക വിദ്യയ്ക്ക് പുറകെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന, നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ച് ജീവിച്ച കുറേയധികം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ബാക്കി നമുക്ക് ബ്രിട്ടാസിന് മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നത് കൂടെ കേൾക്കാം. കാര്യങ്ങൾ ബ്രിട്ടാസ് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഇതാണ് മോദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആക്ട്. ഇപ്പം ഒരു കമ്പ്യൂട്ടർ തരികയാണെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു TV, ഒരു ഫിക്സി, ഇതൊക്കെ ജയലളിതയുടെ സമയത്ത് ചെയ്തിരുന്നതാണ്. അവരിതൊക്കെ കൊടുക്കും, പക്ഷേ അതിനകത്ത് അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ അത് അവർക്ക് കുറച്ചുകൂടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ടയാണത്. അവരുടെ പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത് എന്നൊന്ന് വരുത്തി തീർക്കലാണ്. അത് ആരുടെയും പ്രോഡക്റ്റ് അല്ല, ആ കൊടുക്കുന്നത് നമ്മുടെ ടാക്സ് മണിയിൽ നിന്നാണ് നമുക്ക് തരുന്നത്. അത് ആരുടെയും സൗജന്യമല്ല. ആ രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അവകാശമാണ്. ആരുടെയും ഔദാര്യമല്ലെന്ന ബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാകണം. ആ ബോധമില്ലാതെ ഇന്നയാളുടെ ഔദാര്യമാണ് നമുക്കിത് കിട്ടിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങളിൽ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന ഒരു രീതിയുള്ളത്. അത് കേരളത്തിൽ പ്രാക്ടിക്കൽ അല്ല. അത് ബ്രിട്ടാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഒരുത്തൻ്റെയും ഔദാര്യമൊന്നും നമുക്ക് വേണ്ട, അത് പോയിന്റാണ്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പരിസ്ഥിതി നശിപ്പിക്കപ്പെട്ടതിനും ഒക്കെ ഉത്തരവാദിത്തമില്ല എന്ന് ബ്രിട്ടാസ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി പറയുന്നത് കേൾക്കാം. With regards to, I beg to differ because he has spoken untruth. Talking about the budget which is on and on which we are still discussing, the next budget is not so very far away. It's only 6 months or less than 6 months away. And there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, this is... Please. No. Don't. Let the minister continue. Please. I'm answering to your allegations. Look at me. Through you, sir, I'm just putting answers to his allegations, which are fake, I need to tell you. We are envisaging a major spiritual network running from Tamil Nadu into Kerala. The project is in design. സ്പിരിച്വൽ ആയിട്ട് എന്തോ ഒരു പ്രോജക്റ്റാണ് പുള്ളിയുടെ മനസ്സിലുള്ളതെന്നും ഇനി വരുന്ന കമ്മിങ് ബജറ്റിലൊക്കെ തന്നെ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതിനെയാണ് പലരും എടുത്തു വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ അണ്ണാക്കിൽ കൊടുത്തു അല്ലെങ്കിൽ അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന വർത്തമാനം ബ്രിട്ടാസ് പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് കേട്ടോ, അതില്ലാന്ന് പറയത്തില്ല. കാരണം പുള്ളി പറയുന്നുണ്ട് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞത് നുണയാണ്. നുണയല്ല.
ബ്രിട്ടാസ് പറഞ്ഞത് കറക്റ്റാണ്. ഇത്തവണത്തെ ബജറ്റിൽ കേരളം എന്നൊരു പേര് തന്നെ അവർ മറന്നിട്ടുണ്ട്. അത് സത്യമല്ലേ? സത്യമാണ്. അത് പുള്ളി എഗ്രി ചെയ്യുന്നുണ്ട്. പുള്ളി എന്താ പറയണേ, അടുത്ത ബജറ്റിലേക്ക് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഇനി 6 മാസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടാലി ചെയ്യുമ്പോൾ രണ്ടുപേര് പറഞ്ഞതിലുള്ള വൈരുദ്ധ്യത മനസ്സിലായില്ലേ? ബ്രിട്ടാസ് പറഞ്ഞത് കറക്റ്റാണ്, നമ്മുടെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ടൂറിസം കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുന്നു, ഒരു കുന്തവും കൊണ്ടുവന്നിട്ടുമില്ല. ഇദ്ദേഹം പറയുന്ന അതാണ്, ഇനിയുള്ളതിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്. അത് മാത്രമല്ല, ടൂറിസം എന്നാൽ സുരേഷ് ഗോപി വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതിയാണ്. പുള്ളി നേരെ നോക്കുന്ന മക്ക മദീനയിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ക്രൈസ്തവരുടെ ആ ഒരു ഏരിയയിലോട്ടൊക്കെ ആയിരിക്കും. ശരിയാണ്, അവരുടെ ഒരു രീതി വെച്ചിട്ട് ടൂറിസം എന്ന് പറയുമ്പോൾ അതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിൽ കൂടെയാണ് അവർക്ക് ഇൻകം കിട്ടിയെന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ട്. അതൊരു പകുതി വരെ, ഒരു 10% ഒരു 20% വരെ അത് കറക്റ്റ് ഉള്ളൂ. നമ്മൾ ആരും തന്നെ ദൈവത്തിന്റെ ഇതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതികളിലേക്ക് ടൂറിസം പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഏജ് ലെവലിന് അപ്പുറമായിട്ടുള്ളതാണ്. അതിനല്ലാത്തൊരു ജനറേഷൻ ഇവിടെ ഉണ്ട്. കുട്ടികൾ തൊട്ട് ടീനേജർ തൊട്ട് മിഡിൽ ആയിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും പ്രായം ചെന്നവരുണ്ട്. ഈ ഒരു പിൽഗ്രിമേജ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലുള്ള പ്രാർത്ഥന അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്യുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. അവർക്ക് വേണ്ടി മാത്രമാണോ ഈ പറയുന്ന ടൂറിസം ഉള്ളത്? അല്ല. നമ്മുടെ നാട്ടിൽ കാണാൻ ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒത്തിരി പ്രകൃതി രമണീയമായ ഏരിയകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അതിന് വേണ്ടിയിട്ട് ചെലവാക്കാനും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇയർലി അത് വീണ്ടും റിനോവേറ്റ് ചെയ്യാനുമുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള നാശങ്ങളും നഷ്ടങ്ങൾ വരത്തില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ആസാമിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു ഏരിയ. അവിടെ നിർമ്മിക്കുന്ന നിർമ്മിതികൾ ഭൂകമ്പത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന അപകടങ്ങളെ മാറ്റി നിർത്താനുള്ള അതിന് എളുപ്പമാകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്. അതുപോലുള്ള ഐഡിയാസ് ഇവിടെ കൊണ്ടുവരികയാണ് വേണ്ടത്. അത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് പുള്ളി പറയുന്ന സ്പിരിച്വൽ സാധനം എന്തോ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വർക്കലയാണ് പുള്ളി ഭയങ്കര ഇതായിട്ട് നോക്കുന്നത്. വർക്കല എൻ്റെ ദേശമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ കൂടുതൽ ആളുകൾ വരുന്നത് പിൽഗ്രിമേജിനൊന്നുമല്ല. അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് വസ്തുത. സത്യത്തിൽ നാളിതുവരെയായിട്ട് ശരിക്കും ആരെങ്കിലും അതിനകത്ത് പോയിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല. പാപനാശം എന്ന് പറയുന്ന സ്ഥലം മുഴുക്ക അങ്ങോട്ട് തീരാണ്ടായി നിൽക്കുന്നുണ്ട്. ആ ഒരു തീരദേശം പോലും ഇല്ലാണ്ടായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു കഥയും കൂടെ പറയാം. വിഴിഞ്ഞത്ത് ഒരു പ്രോജക്റ്റ് വരുന്നെന്ന് പറഞ്ഞു. ഇത് കുറച്ചുകൂടെ മാറി തമിഴ്നാട്ടിലേക്ക് പോകാനിരുന്നപ്പോൾ വളരെ വെപ്രാളപ്പെട്ട് വലിച്ചടിപ്പിച്ച് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നു. വിഴിഞ്ഞം പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നല്ല ഒരു ബീച്ചാണ് അത്, ശംഖുമുഖം ബീച്ചാണ്. നിങ്ങൾക്ക് ആ ഏരിയ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ നാട്ടിലുള്ള മനുഷ്യർക്കൊക്കെ കയറി വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. കടൽ അമ്മാത്രം കയറിയിട്ടുണ്ട്. മാത്രമല്ല അനുബന്ധിച്ചിട്ടുള്ള മിക്കവാറും 7 കിലോമീറ്റർ ചുറ്റളവിലേക്ക് കടൽ അകത്തേക്ക് കയറുക തന്നെ ചെയ്യും. കാരണം കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഒരു പോർഷനിലേക്ക് വെള്ളം നിറച്ച് മണ്ണ് നിറച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അവിടെയുള്ള വെള്ളം വേറെ എങ്ങോട്ട് പോകും? അത് പോകാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഇല്ല. അത് തള്ളിക്കയറി മറ്റു ഭാഗങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ ആ തീരദേശത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ജീവഹാനി വരും. അതായത് ഒരു രീതിയിലുള്ള പരിസ്ഥിതിയെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. A to Z ഫ്ലോപ്പ് ഐഡിയകളാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പറയുകയും സമരങ്ങൾ നയിക്കുകയും ചെയ്യും. അവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇവർ കളിയാക്കുന്നതും അല്ലെങ്കിൽ ഇകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് ഇവർ വികസന വിരോധികൾ എന്നാണ്. വികസനമൊക്കെ വേണം, നമ്മളുടെ വീടും നമ്മളുടെ ശ്വാസവായും ഒക്കെ നശിപ്പിച്ചിട്ട് വേണോ വികസനം എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ രണ്ട് കൂട്ടരും പറഞ്ഞതിനെ പറ്റി കളിയാക്കി പലരും പറയുമ്പോൾ അവർ രണ്ടുപേരും മുന്നോട്ട് വെച്ചതിലുള്ള അപാകതകളും അതിനകത്തുള്ള ഇൻഡെപ്തുള്ള മാറ്റേഴ്സുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. എനിക്കറിയില്ല ഹൗ മച്ച് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ രാഷ്ട്രീയം ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയം കൊണ്ട് എൻ്റെ മുന്നിലുള്ള സത്യങ്ങളെ മൂടി മറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് സുരേഷ് ഗോപി പറയാൻ ആഗ്രഹിച്ച വളരെ സൗമ്യമായി പറഞ്ഞു എന്നതുകൊണ്ട്, അദ്ദേഹത്തിന് രഞ്ജി പണിക്കരുടെ ഡയലോഗ് ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല. അദ്ദേഹം തന്ന സൂചന അത് കൃത്യമാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റിന്റെ റിലേറ്റഡ് ആണെങ്കിൽ രഞ്ജി പണിക്കറിന്റെ ഡയലോഗ് ആവശ്യപ്പെട്ട ഒരു സംഗതി തന്നെയായിരുന്നു. പക്ഷേ അത് അവിടെ ഉപയോഗിച്ചിട്ടും കാര്യമില്ല. കാരണം വസ്തുത വിരുദ്ധമാണ്. വസ്തുത മറ്റൊരു രീതിയിലാണ്. ഈ ബഡ്ജറ്റിൽ കേരളത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കസേര ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന 2 തൂണ് പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളെ അകറ്റി നിർത്തിയത്. ചിലപ്പോൾ ആ പ്രോമിസ് തന്നെയായിരിക്കും സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയാലും ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ചെറിയ ന്യായമുള്ളത് കൊണ്ട് മാത്രം ഇതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. വായ്ത്തോരാതെ വായ്ത്താളം അടിക്കുന്ന ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സർക്കാർ ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ ഊന്നൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു വിക്ടിമാണ്. അതായത് തീരദേശത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു പുഴയുടെ ഇത്ര മീറ്റർ അകൽച്ചയിൽ മാത്രമേ ബിൽഡിംഗ് വെക്കാൻ പാടുള്ളൂ എന്നുള്ള ബേസിക് നോളജ് പോലും ഇല്ലാതെ ആ ബിൽഡിംഗിൽ ഒരു വീട് വാങ്ങിച്ച് താമസിച്ച വ്യക്തിയാണ് ബ്രിട്ടാസ് എന്ന് ഓർത്തോളാം. അദ്ദേഹത്തിന് വരെ അത് ഒഴിഞ്ഞു കൊടുത്ത് ആ ബിൽഡിംഗ് നശിപ്പിക്കപ്പെടുകയും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ ഇതിങ്ങനെ വക്രീകരിച്ച് പറയരുത്. അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ അവിടെ അത് ഉണ്ടാകാനുള്ള കാരണം മറ്റുള്ളിടത്ത് നടക്കുന്ന ഖനനങ്ങൾ തന്നെയാണ്. നമ്മൾ നശിപ്പിക്കുന്ന ഈ നദിയുടെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ നദിയുടെ മറ്റൊരു പോർഷൻ അവിടെ നടക്കുന്ന മണൽ വാരലുകൾ കൊണ്ട് തന്നെ വെള്ളപ്പൊക്ക സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. കുത്തിയൊലിച്ച് വരുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ അവിടെ മണലില്ലാച്ചാൽ അത് വളരെ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. മരങ്ങൾ വെട്ടിക്കളയുന്നത് ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. അത് അങ്ങ് പച്ചാളത്ത് വെട്ടിയാൽ ഇവിടെ എന്ത് വരുമെന്ന് വെച്ചാൽ പച്ചാളത്ത് പിടിച്ചാലല്ലേ ഇവിടെ എത്തുമ്പോഴേക്കും സ്ലോയിൽ എത്തുള്ളൂ. അവിടുന്ന് വിട്ടിട്ട് വരുമ്പം ആനടിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ പരിസ്ഥിതി പ്രവർത്തകർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് എനിക്ക് പറയേണ്ടി വന്നത്. കാര്യം വിവരമുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തൊരു വന്നിട്ട് എന്നെ കിടന്ന് തെറി വിളിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വിഷയമായി കാണാം. താങ്ക് യു.